ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർ 2-ാം അധ്യായം 4 മുതൽ 18 വരെ. ഈ വേദഭാഗത്തെ ആസ്പദമാക്കി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തിലൂടെയും ദൈവകൃപയിലൂടെയും ലഭ്യമാകുന്ന രക്ഷ. ഇതിനാധാരമായ കുറിവാക്യം എഫേസ്യർ 4-ാം അധ്യായം 8-ാം വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. എഫേസ്യർ ലേഖനം 2-ാം അധ്യായം ആകമാനം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വിശ്വാസത്തിലൂടെയും ദൈവകൃപയിലൂടെയും ലഭ്യമാകുന്ന രക്ഷ എന്ന അനുഭവത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നതാണ്. ദൈവം മനുഷ്യരാശിക്കായി നൽകിയ അത്ഭുതകരമായ ദാനം അല്ലെങ്കിൽ സമ്മാനമാണ് രക്ഷ എന്നത്. മനുഷ്യർ ചെയ്യുന്ന യാതൊന്നുകൊണ്ടും അല്ലെങ്കിൽ അവർ സമ്പാദിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഗുണത്താലോ ആരും രക്ഷിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ രക്ഷ എന്നത് കൃപയിലൂടെ ലഭ്യമാകുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്രിസ്തു നമ്മെ രക്ഷിച്ച് നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്നത് നാം ക്രിസ്തുവിനെ പോലെ ദൈവ സ്വഭാവമുള്ളവരായി തീർന്ന് ദൈവത്തിൻ്റെ സാദൃശ്യമായി ഈ ലോകത്തിൽ വസിക്കുന്നതിനാണ്. അതിനാൽ തന്നെ ഈ ലോകത്തിനനുസൃതമായ നശ്വരമായ ജീവിത രീതികൾ ഉപേക്ഷിച്ച് പരിശുദ്ധാത്മ നൽവരങ്ങളാൽ നമ്മുടെ വ്യക്തി ജീവിതവും സാമൂഹിക ജീവിതവും ദൈവിക പദ്ധതികൾക്കനുസൃതമായി സമർപ്പണമുള്ളതാക്കി തീർക്കുകയത്രേ വേണ്ടത്. രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്നവർ സൽപ്രവൃത്തികൾ ചെയ്യണമെന്നതാകുന്നു ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം. ചുരുക്കത്തിൽ 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗം നാം ആഴത്തിൽ പഠിക്കുമ്പോൾ പാപത്തിൻ്റെ മരണകാരണമായ അനുഭവത്തിൽ നിന്നും രക്ഷയിലൂന്നിയ പുതിയ ജീവിതമാർജിച്ച് എടുക്കാനുള്ള ആഹ്വാനമാണ് ഈ വേദഭാഗം പങ്കുവയ്ക്കുന്നത്. 11 മുതൽ 22 വരെയുള്ള ഭാഗമാകട്ടെ ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഐക്യത്തെക്കുറിച്ച് വിവരിക്കുന്നു. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ വിശേഷിച്ച് ഈ വലിയ നോമ്പ് നാളുകളിൽ പുനർവിചിന്തനത്തിൻ്റെയും പുനർക്രമീകരണത്തിൻ്റെയും നഷ്ടമായ ദൈവിക ഗുണങ്ങൾ കണ്ടെത്തി അവയെ സ്വായത്തമാക്കാനുള്ള വെല്ലുവിളികൾ കൂടിയാണ് ഈ ധ്യാനഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. രക്ഷ നമ്മെ സ്വർഗീയ അനുഭവത്തിലേക്ക് വഴി നടത്തും. ദൈവം കരുണയുടെ കാര്യത്തിൽ അതിസമ്പന്നനാണ്. അവൻ കരുണാപൂർണനാകിയാൽ അവൻ്റെ കൃപയാൽ നമുക്ക് അർഹതയില്ലാത്ത ദാനമായ രക്ഷയുടെ അവകാശികളാകുവാൻ അവൻ അർഹത നൽകുന്നു. ആയതിനാൽ ക്രിസ്തുവിൻ്റെ അനുയായികളായ നാം നമ്മുടെ ജീവിതപാത ക്രമീകരിക്കണമെന്നും അതിൽ പ്രഥമ സ്ഥാനവും ലക്ഷ്യവും ക്രിസ്തുവാകണമെന്നും പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ഈ ലേഖനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ക്രിസ്തുപക്ഷത്ത് നിലകൊള്ളേണ്ട നാം ഇന്ന് ജീവിക്കുന്നത് എവിടെയാണ്? ചില തിരിഞ്ഞുനോട്ടത്തിനും പാകപ്പെടുത്തലിനുമായി നമ്മുടെ ജീവിതങ്ങളെ ഇന്നാളുകളിൽ വേർതിരിക്കാം. ഞങ്ങളുടെ ദൈവമേ, ക്രിസ്തുവിലൂടെ സൗജന്യമായ രക്ഷാനുഭവത്തിൽ ദൈവിക ഐക്യത്തിൽ സ്വർഗീയ അനുഭവങ്ങളെ കാക്ഷിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ.